അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അഗാധമായ ഗർത്തങ്ങളിൽ വീണുകിടന്നൊരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും യുക്തിഭദ്രമായ ഒരു വിശ്വാസ സംഹിതയുടെ ദീപശിഖ ഏന്തുന്നവരാക്കി തീർത്ത പ്രവാചകൻ സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും അതല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന ഒരു ജനവിഭാഗത്തെ പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്വർണചരടിൽ കോർത്തിണക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിലും ലഹരി പദാർത്ഥത്തിലും നീന്തിക്കുളിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് ഒറ്റ ദിനം കൊണ്ട് മദ്യം തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇനി മദ്യം തൊടുക പോലും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുപ്പിച്ച് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം സൃഷ്ടിച്ച പ്രവാചകൻ സ്ത്രീകളുടെ ആത്മാവില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് സ്വർഗം മാതാവിന്റെ കാൽപാദങ്ങളുടെ ചുവട്ടിലാണെന്ന് ബോധ്യപ്പെടുത്തുകയും പെൺകുഞ്ഞിന്റെ ജന്മം ഒരു ശാപവും ദുരന്തവുമായി കണ്ടിരുന്നവരെ കൊണ്ട് പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് അംഗീകരിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്നെയല്ലാതെ ഭാര്യയെയും സന്താനങ്ങളെയും പോലും സ്നേഹിക്കാതിരുന്ന ഒരു ജനവിഭാഗത്തെ പരിവർത്തിപ്പിക്കുകയും വിശ്വസിക്കുന്ന ആദർശത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ പ്രാപ്തനാക്കി തീർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവാചകൻ മാതൃക കാണിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന അനാഥൻ, മുഹമ്മദ് എന്ന നാട്ടിടയൻ, മുഹമ്മദ് എന്ന വ്യാപാരി, മുഹമ്മദ് എന്ന കുടുംബനാഥൻ, മുഹമ്മദ് എന്ന പ്രവാചകൻ, മുഹമ്മദ് എന്ന പ്രഭാഷകൻ, മുഹമ്മദ് എന്ന അഭയാർത്ഥി, മുഹമ്മദ് എന്ന പടയാളി, മുഹമ്മദ് എന്ന സർവ്വസൈന്യാധിപൻ, മുഹമ്മദ് എന്ന ഭരണാധികാരി, മുഹമ്മദ് എന്ന ഭരണതന്ത്രജ്ഞൻ, മുഹമ്മദ് എന്ന ന്യായാധിപൻ, മുഹമ്മദ് എന്ന നിയമജ്ഞൻ, മുഹമ്മദ് എന്ന സ്ത്രീ വിമോചകൻ, മുഹമ്മദ് എന്ന അടിമാമോചകൻ, നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മസംഹിതകൾ ഇത്രയും ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു തീർത്ത മറ്റേത് വ്യക്തിയാണ് ചരിത്രത്തിന്റെ വിരുമാറിലൂടെ കടന്നുപോയിട്ടുള്ളത്? ഇതെങ്ങനെ നേടിയെന്ന് ബോസ്വർത്ത് സ്മിത്ത് പറയുന്നുണ്ട്. വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ബോഡി ഗാർഡ്, വിത്തൗട്ട് എ പാലസ്, വിത്തൗട്ട് എ ഫിക്സഡ് റവന്യൂ, if ever any man had the right to say he ruled by the right divine, it is Muhammad. സ്ഥിരമായൊരു സേനയില്ലാതെ, ഒരു അംഗരക്ഷകൻ പോലുമില്ലാതെ, ഒരു രാജകൊട്ടാരമില്ലാതെ, സ്ഥായിയായ ഒരു വരുമാനമില്ലാതെ ഒരു മാതൃകാ ഭരണം സംസ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്ന് ആധികാരികമായി ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിന് മാത്രമാണെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു. മുഹമ്മദ് is the most successful of all religious personalities of the world. മതനേതാക്കളിൽ വെച്ച് ഏറ്റവും അധികം വിജയം വരിച്ചത് മുഹമ്മദ് മാത്രമാണെന്ന് The 100 എന്ന ഗ്രന്ഥത്തിൽ മൈക്കൽ എച്ച് ഹാർട്ട് പറയുന്നുണ്ട്, മുഹമ്മദ് is the only man who had been extremely successful in both religious and secular levels. മതവും മതേതരവുമായ മേഖലകളിൽ ഒരുപോലെ വിജയം വരിച്ചത് മുഹമ്മദ് മാത്രമാണ് എന്ന്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉന്നതമായ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് മാനവരിൽ മഹോന്നതൻ. ഇനി മൂന്നാമത്തെ മാനദണ്ഡം നമുക്ക് പരിശോധിക്കാം. പ്രവാചകന്റെ ഉത്ബോധനങ്ങൾ എന്തൊക്കെയായിരുന്നു, നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ ഉത്ബോധനങ്ങളിൽ നിന്നും നേട്ടങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള നന്മകൾ എന്തൊക്കെ? പ്രവാചകനെ സംബന്ധിച്ച് അധികം കേട്ടിട്ടില്ലാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ച് അധികം അറിവില്ലാത്ത മൈക്കൽ എച്ച് ഹാർട്ട് എന്ന വ്യക്തി മനുഷ്യ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അതിൽ 100 വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ സ്വാധീനത്തിന്റെ അളവനുസരിച്ച് അവർക്ക് സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ഏറ്റവും അധികം സ്വാധീനിച്ച, മനുഷ്യ സമൂഹത്തെ സ്വാധീനിച്ച വ്യക്തിയായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഏറ്റവും അധികം ക്രിസ്തുമത വിശ്വാസികളായിരിക്കെ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനുഷ്യ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായി തിരഞ്ഞെടുക്കുന്നതെന്ന ചോദ്യം ഉയരാം. അതിന് അദ്ദേഹം മറുപടി നൽകുന്നു. ഇന്ന് നാം കാണുന്ന ക്രിസ്തുമതത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ യേശുവല്ല, മറിച്ച് സെയിന്റ് പോൾ എന്നറിയപ്പെടുന്ന പോളാണ്. കാരണം അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് ക്രിസ്തുമതത്തിന്റെ അടിത്തറ, യേശുവിൻ്റെതല്ലെന്നും മറ്റൊന്ന് യേശുവിന്റെ ഉത്ബോധനങ്ങൾക്ക് പ്രായോഗിക പ്രസക്തിയില്ലെന്നും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ കവിളത്തടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കണമെന്നും ശത്രുവിനെ സ്നേഹിക്കണമെന്നുള്ള ഉത്ബോധനങ്ങൾ മനോഹരങ്ങളാണെങ്കിലും അവയൊന്നും നാം ജീവിതത്തിൽ പകർത്തുന്നില്ല, മറ്റുള്ളവർ പകർത്തുമെന്ന് നാം കരുതുന്നില്ല.
പകർത്തണമെന്ന് സന്താനങ്ങൾ ഉത്ബോധിപ്പിക്കുന്നുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്ബോധനങ്ങൾക്ക് പ്രായോഗിക പ്രസക്തിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനത്താൽ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അപകട മരണങ്ങളും കുടുംബ കലഹങ്ങളും നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യവും ലഹരി പദാർത്ഥങ്ങളും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന്. പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇന്നുവരെയും വിലയിരുത്തിയാൽ കോടാനുകോടി മനുഷ്യർ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ ഉപയോഗിക്കുന്നില്ല. മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യം വരെയും കോടിക്കണക്കിന് മനുഷ്യർ ഉപയോഗിക്കുകയുമില്ല. ഇത്തരത്തിലൊരു കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ തന്നെ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുമായിരുന്നു. എങ്കിൽ ഒരുപാട് കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കുടുംബ തകർച്ചകളും അപകട മരണങ്ങളും സംഭവിക്കുമായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെയും വിലയിരുത്തിയാൽ എത്രമാത്രം കുറ്റകൃത്യങ്ങൾ തടയപ്പെട്ടിട്ടുണ്ട്, ഇന്ന് തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യം വരെയും തടയപ്പെടുകയും ചെയ്യും. മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെ നന്മ ചെയ്ത മറ്റേത് വ്യക്തിയാണുള്ളത്? മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞ രാഷ്ട്രനായകരുണ്ടാകാം, മത നേതാക്കളുണ്ടാകാം, എന്നാൽ അവരുടെ അനുയായികൾ അത് പിൻപറ്റാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ തത്വങ്ങൾ പിൻപറ്റുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ടെന്ന യാഥാർത്ഥ്യം നിരീശ്വരവാദികൾക്ക് പോലും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ എന്ന ഉത്ബോധനത്തിലൂടെ മനുഷ്യ ദൈവങ്ങളുടെയും കുട്ടി ദൈവങ്ങളുടെയും പുരോഹിതരുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കറുത്ത പിടിയിൽ നിന്നും മനുഷ്യരെ മോചിപ്പിച്ച പ്രവാചകൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണമെന്നും, അതിനാൽ വ്യഭിചരിക്കരുത്, സ്വവർഗരതിയിൽ ഏർപ്പെടരുത്, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്തരുത്, കരിഞ്ചന്ത നടത്തരുത്, പരദൂഷണം പറയരുത്, സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറയരുതെന്ന ഒരുപാട് മനുഷ്യന് നന്മ ലഭിക്കുന്ന ഉത്ബോധനങ്ങളും യുക്തിഭദ്രമായൊരു പരലോക വിശ്വാസവും മനുഷ്യ സമൂഹത്തിന് നൽകിയ പ്രവാചകൻ ജാതി വർഗ വർണ്ണ ദേശ ജന്മ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം സാഹോദര്യത്തിന്റെ പ്രഭയിൽ ഒരേ വർണ്ണവും വർഗരഹിതവുമായ കുടുംബമാണെന്നും, കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും ധനികനും ദരിദ്രനുമെല്ലാം അള്ളാഹുവിങ്കൽ ആദരണീയരാകുന്നത് ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണെന്നും, മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എതിരായാലും സ്വന്തത്തിനെതിരായാലും ധനികനായാലും ദരിദ്രനായാലും തുല്യമായ നീതി ചെയ്യണമെന്ന ഉത്ബോധനങ്ങളിലൂടെ മനുഷ്യ സമത്വവും നിയമത്തിന്റെ മുൻപിലുള്ള സമത്വവും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച പ്രവാചകൻ നന്മയും തിന്മയും തുല്യമല്ല, തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും ആത്മമിത്രമായി തീരുമെന്നും, ശത്രുവിനെ അടിച്ചമർത്തുന്ന ശക്തനെ അടിച്ചമർത്തുന്നവനല്ല ധീരൻ, മറിച്ച് തിളച്ചു പൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരനെന്നും, വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി പൊരുതുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നും, നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണെന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന്, പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന്, ദാരിദ്ര്യത്തെ ഭയന്ന് സന്താനങ്ങളെ നിങ്ങൾ വധിക്കരുതെന്ന്, അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന്, വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് അർഹതയുണ്ടെന്ന്, വിവാഹാലോചന സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും വിവാഹ സമയത്ത് വിവാഹമൂല്യം ലഭിക്കുവാനുള്ള അവകാശമുണ്ടെന്നും, മാതാവെന്ന നിലയിൽ പിതാവിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണെന്നും, മരണാനന്തരം നന്മകൾക്കുള്ള പ്രതിഫലവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനത്തിന് അർഹതയുണ്ടെന്നും ഉത്ബോധനങ്ങൾ എന്നീ ഉത്ബോധനങ്ങളിലൂടെ സ്ത്രീകൾക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ സാധിക്കാത്ത അവകാശങ്ങൾ നൽകിയ പ്രവാചകൻ മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണമെന്നും, സന്താനങ്ങളോടും അതുപോലെ തന്നെ സന്താനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും, അവർക്ക് വിദ്യാഭ്യാസം നൽകണമെന്നും, അവർക്കിടയിൽ തുല്യത കാണിക്കണമെന്നും മാതാപിതാക്കളോടും കൽപ്പിച്ച പ്രവാചകൻ. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല, താൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കാത്തിടത്തോളം, താൻ വെറുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വെറുക്കാത്തിടത്തോളം വിശ്വാസിയല്ല എന്നും, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ദാനധർമ്മം ചെയ്യുക,
അതിന് കഴിവില്ല എങ്കിൽ അധ്വാനിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നിർവഹിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുക. അതിനും കഴിവില്ല എങ്കിൽ ശരീരം കൊണ്ട് സഹായിക്കുക. അതിനും കഴിവില്ല എങ്കിൽ ഒരാൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക. അതിനും സാധിക്കുന്നില്ല എങ്കിൽ തിന്മയിൽ നിന്നെങ്കിലും മാറി നിൽക്കുക. അതും ദാനധർമ്മമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മൗനത്തെക്കാൾ നല്ലത് ഉന്നതമായ സംസാരമാണെന്നും, എന്നാൽ മൗനമാണ് മോശമായ സംസാരത്തെക്കാൾ നല്ലതും എന്നും, ഏകാന്തതയേക്കാൾ നല്ലത് നല്ല കൂട്ടുകെട്ടാണെന്നും, എന്നാൽ ഏകാന്തതയാണ് മോശമായ കൂട്ടുകെട്ടിനേക്കാൾ നല്ലതെന്നും പഠിപ്പിച്ച പ്രവാചകൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയുവാനുണ്ടാകും. പ്രവാചകന്റെ നിസ്സാരമെന്ന് തോന്നുന്ന ഉത്ബോധനങ്ങൾക്ക് പോലും ഒരുപാട് പ്രായോഗിക പ്രസക്തിയുണ്ട്. ഒരിക്കൽ കുറച്ച് ഗ്രാമീണർ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, താങ്കളുടെ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കാറുണ്ടോ എന്ന്. പ്രവാചകൻ പറഞ്ഞു, അതെ, തീർച്ചയായും. അപ്പോൾ ഗ്രാമീണർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞങ്ങളത് ചെയ്യാറില്ല. പ്രവാചകന്റെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും കാരുണ്യത്തെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറയുവാൻ സാധിക്കുക? സന്താനങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുവാനുള്ളതല്ല, അത് പ്രകടമാക്കണമെന്ന് പ്രവാചകൻ എപ്പോഴും പറയുമായിരുന്നു. ഇതിന്റെ പ്രസക്തി ഞാൻ പറഞ്ഞു തരാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഒരു പ്രശസ്തമായ കമ്പനിയുടെ മേധാവിക്ക് ഒരാൾ വിലയേറിയൊരു സമ്മാനം നൽകിയിട്ട് പറഞ്ഞു, താങ്കൾ ഇത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിക്ക് നൽകുവാൻ. അന്ന് രാത്രി ആ കമ്പനി മേധാവി വീട്ടിൽ വന്നിട്ട് തൻ്റെ ചെറിയ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനിത് എടുത്തുകൊള്ളൂ. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ, ഞാൻ തിരക്കുള്ള വ്യക്തിയാണ്, അപൂർവമായി മാത്രമേ നീയുമായി ഞാൻ സംസാരിക്കാറുള്ളൂ. പലപ്പോഴും നിന്നെ വഴക്ക് പറയുവാനാണ് ഞാൻ ആ സമയം ഉപയോഗിക്കാറ്. എന്നാൽ മോനൊന്ന് മനസ്സിലാക്കണം, ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണ്. ആ കുട്ടി പിതാവിൻ്റെ നേരെ തറപ്പിച്ചു നോക്കി. ആ കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറ്റി വീണു. എന്നിട്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, അച്ഛൻ, ഞാൻ വിചാരിച്ചു അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്, ഈ ലോകത്താരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല. പ്രവാചകന്റെ നിസ്സാരമായൊരു ഉത്ബോധനം എത്രമാത്രം പ്രായോഗികമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ജോർജ് ബെർണാഡ് ഷാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് പറഞ്ഞത്, I have studied him, the wonderful man. He must be called the savior of humanity. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മാനവരാശിയുടെ മോക്ഷദായകൻ എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയേണ്ടതെന്ന്. ലമാർട്ടിൻ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു, ഫിലോസഫർ, ഒററ്റർ, അപ്പോസ്റ്റൽ, ലെജിസ്ലേറ്റർ, വാരിയർ, conqueror of ideas, restorer of rational dogmas of a cult without images, founder of 20 terrestrial empires and one single empire. That is Muhammad. As regard all standards by which human greatness may be measured, we may well ask, is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, മതനേതാവ്, നിയമനിർമ്മാതാവ്, പടയാളി, യുക്തിഭദ്രമായൊരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെ മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് സസൂക്ഷ്മം അളന്നാലും നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളതെന്ന്. മാനവരാശിയുടെ മോക്ഷദായകൻ എന്ന് ജോർജ് ബെർണാഡ് ഷാ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ചിലർ തിന്മകളുടെ പ്രതീകമായി ചിത്രീകരിക്കുന്നത്. മക്കാ വിജയവേളയിൽ ശത്രുക്കൾക്ക് മാപ്പ് നൽകിയതിലൂടെയാണ് മാപ്പെന്ന പദത്തിന് ഏറ്റവും ഔന്നത്യം ലഭിച്ചതെന്ന് സ്റ്റാൻലി ലെയ്ൻ പൂൾ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് പ്രതികാരദാഹിയാണെന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. കണ്ടം വെച്ച് സ്വയം തുന്നിക്കൂട്ടിയ ഈ മനുഷ്യൻ അനുസരണ വിധേയനായതുപോലെ മനുഷ്യ ചരിത്രത്തിൽ മറ്റാരെയും അനുസരിച്ചിട്ടില്ല എന്ന് തോമസ് കാർലിൽ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ഒരു ഭൗതിക മോഹി എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. ഏതു കോണിലൂടെ നോക്കിയാലും അദ്ദേഹം ഒരു വ്യാജവാദിയായിരുന്നില്ലെന്ന് H.G. Wells ദ ഔട്ട്ലൈൻ ഓഫ് ഹിസ്റ്ററിയിൽ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ഒരു വ്യാജ പ്രവാചകൻ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് കവിയെന്നോ പ്രവാചകനെന്നോ വിളിക്കാം. എന്നാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉതിർന്നു വീഴുന്ന വാക്കുകൾ
ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകളല്ല എന്ന് ടോർ ആൻഡ്രോ